നമ്മൾ ഈ ചാനൽ ചർച്ചകളിലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഇരുട്ടാവും, ബാക്കിയുള്ളവർക്ക് ഇരുട്ടാവില്ല. അതുകൊണ്ട് ആ സത്യം സഭ്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക്, മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു. ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോടെ ചോദിക്കാനുള്ളത്, അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ? ഈ കഴിഞ്ഞ ഡിസംബർ 12, 2024 കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർദ്ധസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ്. ഉദാഹരണം, എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും. എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ഞാൻ വക്കീൽ കൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കുകയാണ്. അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം. ബോബി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു. ഇപ്പം കേസിന്റെ ഗൗരവം കൂടിയല്ലോ. അതായത് 10 ക്യാമറകൾ മുമ്പിലുണ്ട്, 100-150 ആൾക്കാർ ഫ്രണ്ടിലുണ്ട്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി. ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ്, പക്ഷെ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റ് കൂടെ കൊണ്ടുവരും. ശ്രീ സുരേഷ് ഗോപി, ശിവല എന്ന മാധ്യമ പ്രവർത്തക, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ച് 100% തെറ്റാണ്. അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും. പക്ഷേ ഇത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? കേസിന് കുറച്ച് ഗ്രാവിറ്റി കൂടും, കേസിന് കുറച്ച് പവറും കൂടും എന്ന് ഉദ്ദേശിച്ചാൽ. അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർദ്ധസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ? ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ, നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കണ്ടുക. നിവിൻ പോളിയുടെ ഉദാഹരണം എടുക്കുന്നത്, പോലീസ് അത് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടുകയാണ്. അതായത് നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി 2 ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത്. ഞാനടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നെന്ന് ആ സ്ത്രീ പറയുകയാണ്, നിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു. നിങ്ങൾ എല്ലാം കേട്ട് കാണും. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു, അതിന് തെളിവുണ്ട്, അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് വെച്ചുകൊണ്ട്. ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറ്റി പറഞ്ഞാണ്. എല്ലാവരും നിങ്ങൾ കേട്ട് കാണും, ഉറക്കപ്പിച്ചിൽ എന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിവിൻ പോളിക്ക്